ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു 150 ഗ്രാം ചിക്കൻ പീസിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ നല്ല പോലെ ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ പീസ് അങ്ങ് ഇട്ട് കൊടുക്കും. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ല പോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു കടായി ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തത്, 1/4 ടീസ്പൂൺ ഉപ്പ്, കൂടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. ഇത് നമുക്ക് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, നല്ല പോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ചിക്കൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കും. ഇതുപോലെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതാ ഒരു കടായി ചൂടായതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കും. ഇതുപോലെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. തുടർച്ചയായിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 250 കപ്പിന് 1 കപ്പ് പാലാണ്. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത്, കൂടെ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് തുടർച്ചയായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം. ഇത് നമുക്ക് ഒരുപാടങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതാ ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു തട്ടിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആവി കയറ്റിയെടുത്ത ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലൊരു ബൗൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ബൗളിൻ്റെ താഴ്ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കുഴിയായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബട്ടറിൻ്റെ മിക്സ് ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്ത വൈറ്റ് സോസ് ആക്കി കൊടുക്കും. പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്ത ഫില്ലിങ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കും. ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
ഇനി ഈ ബ്രെഡിൻ്റെ മുകളിൽ ആദ്യം ഇതുപോലെ ബട്ടറിൻ്റെ മിക്സ് സ്പ്രെഡാക്കി കൊടുക്കണം. പിന്നെ വൈറ്റ് സോസ് ആക്കി കൊടുക്കും. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ഫില്ലിങ്ങും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്ലൈസ്ഡ് ചീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ റെഡിയാക്കിയെടുത്ത എല്ലാത്തിൻ്റെ മുകളിലും നമുക്ക് ഇതുപോലെ അങ്ങ് ചീസ് വെച്ച് കൊടുക്കണം. അഥവാ നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ചീസും കൂടി ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാത്തിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ അങ്ങ് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ ചൂടായതിലേക്ക് അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത ഓരോ ബ്രെഡും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ചീസ് നല്ല പോലെ ഒന്ന് മെൽറ്റാകുന്നവരെ നമുക്ക് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ ചീസെല്ലാം നല്ല പോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കും. അങ്ങനെ ഇതാ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.